ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിവിടെ പാലക്കാടൻ ചിക്കൻ കുറുമ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നെയ്ച്ചോറിനൊക്കെ ഇത് ഭയങ്കര ടേസ്റ്റാണ്, നെയ്ച്ചോറ് പൊറോട്ടയ്ക്കൊക്കെ. അപ്പോൾ നമ്മളിവിടെ കോക്കനട്ട് ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് പട്ട ഗ്രാമ്പ് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് അതിൻ്റെ പച്ചമണം നന്നായി പോകുന്നവരെ കുക്കാക്കുക. അതിനുശേഷം 100 ഗ്രാം ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ ആണ് ചിക്കൻ എടുത്തത്. അപ്പോൾ 100 ഗ്രാം ചെറുള്ളി ചതച്ചതിട്ട് നന്നായി കുക്കാക്കാം. ഈ സ്റ്റേജിൽ ഞാനിവിടെ ഒരു 6 പച്ചമുളക് ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ പച്ചമുളകും ചെറുള്ളിയുടെയും പച്ചമണം പോയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതും നന്നായി കുക്കായതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ട് അതും നന്നായി കുക്കാക്കാം. ഈ കുറുമയുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. നെയ്ച്ചോറ്, പൊറോട്ട, പത്തിരി, ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നോക്കി ഇതെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്ന സ്റ്റേജിൽ നമുക്കിതിലേക്ക് തക്കാളി ഇടാം. ഞാനിവിടെ 2 വലിയ സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റായി അരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. തക്കാളി നന്നായി കുക്കാവുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇതിൽ ഇടുന്ന എല്ലാ മസാലയും നമ്മൾ നന്നായി കുക്കാക്കേണ്ടതാണ്. പച്ചമണം വന്നാൽ കുറുമയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഈ ടേജിൽ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിനും കുറവായി നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ. ഈ കുറുമയുടെ പ്രത്യേകത മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ ഇട്ട് അതും നന്നായി കുക്ക് ചെയ്യണം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ കുക്ക് ചെയ്യണം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ഇട്ടത്. മുളക് പൊടി കുറുമയ്ക്ക് നമ്മൾ യൂസ് ചെയ്യാറില്ല. പച്ചമുളകും കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മെയിനായി നിൽക്കുന്നത്. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ മല്ലിയില ഇട്ടിട്ടുണ്ട്. പുതിന ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ആക്കാം. ഇതിൻ്റെ കൂടെ ചിക്കൻ ഞാനിവിടെ 1 kg ആണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇട്ട് നന്നായി നമുക്ക് മിക്സ് ആക്കാം. ഈ സമയത്ത് ആവശ്യമായ ഉപ്പ് ചേർക്കാം നമുക്ക്. വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക കേട്ടോ. പുതിയ ആളായതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാനിവിടെ 1/2 കപ്പ് തൈര് യൂസ് ചെയ്തിട്ടുണ്ട്. തൈര് ഇതിന് മെയിനാണ്. അപ്പോൾ തൈരും നമ്മൾ ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമുക്കവിടെ 2 കപ്പ് ചുടുവെള്ളം ചൂടാവാൻ വെക്കാം. പച്ചവെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ചിക്കനും ആ മസാലയിലും നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതും നമുക്ക് കഴുകി വൃത്തിയാക്കി ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായി മിക്സ് ആവണ വരയ്ക്കും വെയിറ്റ് ചെയ്യാം. നോക്കൂ, ഇതിൻ്റെ കളറ് നോക്കൂ, എന്താ ഭംഗി കാണാൻ. ടേസ്റ്റും അതുപോലെ തന്നെ അടിപൊളിയാണ് ഇത് കഴിക്കാൻ. മസ്റ്റ് പാലക്കാടുള്ള സൈഡുള്ളവർക്കാണെങ്കിൽ ഇതറിയാം ഇതിൻ്റെ ടേസ്റ്റ്. മസ്റ്റായി ട്രൈ ചെയ്യണം. ഇത് ചിക്കനിലും അടിപൊളിയാണ്, പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ബീഫിലും മട്ടനിലുമാണ്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്റ്റേജിൽ നമുക്ക് ചുടുവെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് ചുടുവെള്ളം, നല്ല ചൂടാക്കിയ ചുടുവെള്ളം ഇപ്പോൾ ഇതിലൊഴിച്ച് നന്നായി കുക്ക് ചെയ്യാം. നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഇത് വേവിക്കാം. ഒരു 10 മിനിറ്റ് വേകണം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. എന്താ വെച്ചാൽ മസാല അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോക്കിപ്പോൾ കുറുമയുടെ കളറ് കണ്ടോ, എന്താ ഭംഗി കാണാനല്ലേ. ചിക്കൻ ഇപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ 1 മൂടി തേങ്ങ നല്ല തിക്കിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ച് നമുക്ക് നന്നായി മിക്സ് ആക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഈ കറി ഒരുപാട് ലൂസല്ല, തിക്കായിട്ടാണ് വേണ്ടത്. ലൂസ് ആകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ആക്കാം. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ റീഫൈൻഡ് ഓയിലൊന്നും ഇത് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ തിളച്ച് വരുന്ന സ്റ്റേജിൽ നമുക്ക് മല്ലിയില ഇടാം. നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ ഈ സ്റ്റേജിൽ കുരുമുളക് പൊടിയും ഇട്ട് അവസാനം ഇറക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഇറക്കാവുന്നതാണ്. ഇത് ഒരുപാട് തിളപ്പിക്കരുത്. ഇപ്പോൾ ഞാനിത് ചപ്പാത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. കണ്ടോ, ഇത് ഒഴിക്കുമ്പോൾ തന്നെ അറിയുന്നില്ല അതിൻ്റെ ഒരു തിക്നെസ്. ഭയങ്കര ഒലിച്ചു പോവാത്തൊരു തിക്നെസ്സാണ്. ആഹാ, എന്താ കാണാൻ മൊഞ്ച്. കഴിക്കാൻ അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ പുതിയതായി വന്ന ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റെ.
അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്സിൽ അറിയിക്കണം കേട്ടോ. താങ്ക്